ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ ബലം പ്രയോഗിക്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ്. തന്ത്രപരമായ ദേശീയ സുരക്ഷയ്ക്ക് യുഎസിന് ഗ്രീൻലാൻഡ് ആവശ്യമാണ് എന്നും ട്രംപ് പറയുന്നു. ഒപ്പം ഈ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാൻ ട്രംപ് വഴികൾ തേടുന്നുണ്ട്. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിലാണ് പ്രതികരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ട്രംപുമായി ബന്ധപ്പെട്ട് ഈ താരിഫ് കാര്യങ്ങളിലും ഒരു വ്യത്യാസം. ഇപ്പോൾ നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ താരിഫ് പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ട്രംപ് പിന്മാറുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ ഉണ്ട്. അഭിലാഷ്, എല്ലാ ദിവസവും മനം മാറുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ട്രംപ്. ഇന്ന് ഒന്ന് പറയും, നാളെ തിരുത്തി പറയും. ഇപ്പോൾ അത് ആവർത്തിക്കുകയാണ്. എന്താണ് ഇപ്പോൾ പുതിയ ഇയാളുടെ വേർഷൻ? ഇന്നലെ ഡാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അതായത് ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലമാണ്, അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഞങ്ങളൊരു സൈനിക നടപടിക്ക് ഇല്ല എന്നുള്ളതാണ് അമേരിക്ക അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഡെൻമാർക്കുമായി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തും. ഞങ്ങൾക്ക് ആവശ്യമാണ്, ഞങ്ങൾ അതിന് എന്ത് തരത്തിലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ, അതായത് ഗ്രീൻലാൻഡ് നമുക്ക് വേണം, പക്ഷേ ഒരു സൈനിക നടപടിയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. മറ്റ് രീതിയിൽ നമ്മളതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കും. അതിന് യൂറോപ്യൻ രാജ്യങ്ങളും ഡെൻമാർക്കും സഹകരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതിൽ പ്രധാനമായും അതിലെ പ്രസംഗത്തിൽ പറയുന്നത്, വി ഹാവ് നെവർ ആസ്ക്ഡ് ഫോർ എനിത്തിങ് എൽസ് ആൻഡ് വി കുഡ് ഹാവ് കെപ്റ്റ് ദാറ്റ് പീസ് ഓഫ് ലാൻഡ് ആൻഡ് വി ഡിഡ്ന്റ്. സോ they have a choice. You can say yes and we will be very appreciative, or you can say no and we will remember. അതായത് ഒരു തരത്തിലും ഇതുവരെ ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ എടുക്കാമായിരുന്നു, പക്ഷേ നമ്മളത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഞങ്ങളോട് എസ് പറയാം, അല്ലെങ്കിൽ ഗ്രീൻലാൻഡ് നമുക്ക് തരാം, അത് ഞങ്ങൾ സ്വാഗതം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് ഒരിക്കലും മറക്കുകയില്ല എന്നുള്ളൊരു ഭീഷണിയും മുന്നറിയിപ്പും കലർന്ന ഒരു സ്വരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ സംസാരിച്ചത്. എന്തായാലും ഒരു സൈനിക നടപടി ഉടൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യം നമുക്ക് ആശ്വസിക്കാവുന്ന കാര്യമാണ്. കാരണം നാറ്റോ പോലൊരു സഖ്യം, ആ സഖ്യത്തിലേക്ക് അതിനെ പിളർത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടാക്കിയേക്കാം. രാജ്യത്തിൻ്റെ ഒരു ലോക രാജ്യങ്ങളുടെ തന്നെ ഒരു സമവാക്യം തന്നെ ഒരുപക്ഷെ മാറ്റിയേക്കാവുന്നുള്ളൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇന്നലെ ഇമ്മാനുവൽ മാക്രോൺ സംസാരിച്ചത് യൂറോപ്പിലേക്ക് ചൈന നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ലോകരാജ്യങ്ങളുടെ സമവാക്യങ്ങളിൽ വരെ മാറ്റങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപ് തൻ്റെ നിലപാടിൽ നിന്ന് ഒരു പടി താഴേക്ക് ഇറങ്ങി നിൽക്കുന്നത്. അതേസമയം ഇന്നലെ നാറ്റോ ജനറൽ സെക്രട്ടറിയുമായിട്ട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരുന്നു. അപ്പോഴും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നിലപാട് മയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് നാറ്റോയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങളുണ്ട്. നാറ്റോ വളർത്തിക്കൊണ്ടുവന്നത് അമേരിക്കയാണ്. നാറ്റോ ഇങ്ങനെ ശക്തമായി നിൽക്കുന്നത് അമേരിക്ക കാരണമാണ്. പക്ഷേ നാറ്റോയെ കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ഗുണമുണ്ടായിട്ടില്ല. എന്നിരുന്നാൽ കൂടി ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തൻ്റെ നിലപാട് ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള തൻ്റെ നിലപാടിൽ പിന്നോട്ട് പോയിരിക്കുന്നു. മാത്രമല്ല, UK, ഫ്രാൻസ്, ജർമ്മനി, ഡെൻമാർക്ക്, നോർവേ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്ക് ഫെബ്രുവരി 1 മുതൽ 10% അധിക ചുങ്കം ഏർപ്പെടുത്തിയിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. അതിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് പിന്നോട്ട് പോയിരിക്കുന്നു. കാരണം ഗ്രീൻലാൻഡിനെ അമേരിക്ക ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഇവർക്കെതിരെ 10% താരിഫ് ഫെബ്രുവരി 1 മുതൽ പ്രഖ്യാപിച്ചിരുന്നത്. മാത്രമല്ല, ജൂൺ കഴിഞ്ഞിട്ടും അമേരിക്കയ്ക്ക് അനുകൂലമായൊരു നിലപാട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ 25% അത് ഉയർത്തുമെന്നുള്ളൊരു നിലപാട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നും കൂടി ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നു. അതായത് താത്കാലികമായെങ്കിലും ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യയുമായി സ്ഥിരമായി ഇന്ത്യക്കെതിരെ അതിയമത്ത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കുന്ന ആൾ ഇപ്പോൾ താരിഫ് വിഷയത്തിൽ ധാരണയിലെത്താനാകുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നരേന്ദ്രമോദി തൻ്റെ ഉറ്റമിത്രമാണ് എന്ന് ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം നല്ലൊരു വ്യാപാര കരാർ വരുമെന്ന് പറയുന്ന ആളുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാകുന്ന ആളാണോ? മറ്റെന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞു വെക്കുന്നത്? ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യക്കെതിരെ അടക്കം വലിയ രീതിയിൽ, അതായത് നരേന്ദ്രമോദി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പക്ഷേ നരേന്ദ്രമോദിയുടെ ചെയ്തികൾ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല, എന്നെ സന്തോഷിപ്പിക്കാത്തവർക്കൊക്കെ അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തരത്തിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ സംസാര ശൈലി എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു പ്രസ്താവനകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ മണി കൺട്രോളുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ അവർക്ക് കൊടുത്തൊരു ബൈറ്റിൽ പറയുന്നത്, ഇന്ത്യ ഏറ്റവും നല്ല രാജ്യമാണ്, നരേന്ദ്രമോദി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര
കരാറുമായി മുന്നോട്ട് പോകാൻ താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ വ്യാപാര കരാർ ചർച്ചകളുണ്ടാകും. അത് കൂടുതൽ ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകും. $500 ബില്യൺ വ്യാപാര കരാറാണ് 2030 ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ലക്ഷ്യമിടുന്നത്. അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് എയർഫോഴ്സ് ഫ്ലൈറ്റിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്ക് ഇനിയും ഒരുപക്ഷെ ഇന്ത്യ താരിഫ് ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം റഷ്യയുമായിട്ടുള്ള എണ്ണ ഇന്ത്യ കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ അങ്ങനെ റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് അവർ എണ്ണ പകരുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് മേൽ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും നിലപാട് മാറ്റിയിരിക്കുന്ന സാഹചര്യം. ഇതിനോട് ചേർത്ത് പറയേണ്ടത് മറ്റൊന്ന്, കഴിഞ്ഞ നവംബർ മുതൽ, അത് ഈ കാര്യത്തിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള പരസ്യങ്ങളോ വലിയ പ്രസ്താവനകളോ നടത്തിയിരുന്നില്ല. കഴിഞ്ഞ നവംബർ മുതൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പരിപ്പടക്കമുള്ള വസ്തുക്കൾക്ക് 30% താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. അത് വലിയ പ്രസ്താവനകളോ വാർത്തകളോ ആയിട്ട് വരാത്തതുകൊണ്ടാണ് ചർച്ചയാവാതിരുന്നത്. പക്ഷേ അക്കാര്യം US സെനേറ്റർമാർ ഡൊണാൾഡ് ട്രംപിന് ഒരു കത്തയച്ചു. ഇന്ത്യയുമായി ചർച്ച ചെയ്യണമെന്നും ഈ താരിഫ് അമേരിക്കയിലെ കർഷകർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നുവെന്നും അതിന് ഒരു തീർപ്പ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കൻ സെനേറ്റർമാർ ഡൊണാൾഡ് ട്രംപിന് നൽകിയ കത്ത് പുറത്തു വരുമ്പോഴാണ് ഇന്ത്യ ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് വീണ്ടും നിലപാടുകൾ മാറ്റുന്നുണ്ട്. ഇത്തവണ ഇന്ത്യക്കൊപ്പം ചേർന്നാണ് നിലപാട് എന്നത് ഏതായാലും ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.